ഇന്ന് നമ്മൾ തപസ് കാലം ആരംഭിക്കുകയാണ്. നെറ്റിയിൽ ചാരം പൂശി നമ്മൾ പ്രവേശിക്കുന്നത് ഒരു പ്രാശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലേക്കാണ്. എന്തിനു വേണ്ടിയാണ് ഈ തപസ് കാലമുള്ളത് എന്നാണ് ഇന്നത്തെ ചോദ്യം. എന്താണ് ഇന്നത്തെ ചോദ്യം? എന്തിനു വേണ്ടിയാണ് തപസ് കാലം? വളരെ തീക്ഷ്ണതയോടുകൂടെ ഈശോയുടെ പീഡാനുഭവങ്ങളെ, ഈശോ കടന്നുപോയ വേദനകളെയും കുരിശുമരണത്തെയും ഒക്കെ ധ്യാനിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ തപസ് കാലം. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായാണ് പീഡകളേറ്റ് കുരിശു വഹിച്ച് നഗ്നനാക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ടത്. സഭ നമ്മെ ക്ഷണിക്കുകയാണ്, ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ പീഡാസഹനങ്ങളെ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ കൊല്ലപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ. നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നതും കുരിശ് വഹിച്ചുകൊണ്ട് മല കയറുന്നതും പ്രിയപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതും ഭക്ഷണം തന്നെ വേണ്ട എന്ന് വെച്ച് ഉപവസിക്കുന്നതുമെല്ലാം ഈശോയുടെ ആ പീഡാസഹനങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ പാപങ്ങൾ മൂലമാണല്ലോ ഈശോ മുറിവേൽപ്പിക്കപ്പെട്ടത്. എങ്ങനെയാണ് പാപങ്ങൾ ഉണ്ടായത്? പാപങ്ങൾ ഉണ്ടായത് മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കാൻ, തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ കണ്ണിൻ്റെ ദുരാഗ്രഹങ്ങളും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും ജഡത്തിൻ്റെ അഭിലാഷങ്ങളുമൊക്കെ സുഖങ്ങൾക്ക് വേണ്ടി, ജഡത്തിൻ്റെ, ലോകത്തിൻ്റെ, ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അന്വേഷിച്ചത് മൂലമാണ്, അത് തേടി നടന്നത് മൂലമാണ് പാപങ്ങളുണ്ടായത്. ഇനി എന്താണ് പാപങ്ങൾക്ക് പരിഹാരം? ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുന്നില്ല. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കാതിരിക്കാൻ, ശരീരത്തെ കൊഴുപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും ഡിസിപ്ലിൻ ചെയ്യുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ചില ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് മത്സ്യമാകാം, മാംസമാകാം, മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ വളരെ മോടിയുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ചില ടൂറുകൾ, പിക്നിക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ ഈശോയോട് പറയുകയാണ്, ഈ കാര്യങ്ങളെക്കാളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടത് നീയാണ്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെ മാനസാന്തരത്തിലേക്ക് നയിച്ച ചിന്ത എന്ന് പറയുന്നത് ഈശോ തൻ്റെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം സഹിച്ചു എന്നത് അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞപ്പോൾ അമ്മ ത്രേസ്യ തൻ്റെ 39-ാമത്തെ വയസ്സിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ ഇനി ഒരു ചെറിയ പാപം കൊണ്ട് പോലും ഈശോയുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുകയില്ല, ഈശോയെ വേദനിപ്പിക്കുകയില്ല. നമ്മൾ ഈശോയുടെ ആ മുറിവേറ്റ ശരീരത്തെ ധ്യാനിക്കുന്ന ഈ നോമ്പ് കാലത്ത് മദ്രസയെ പോലെ നമുക്കും ഒരു ദൃഢപ്രതിജ്ഞ, ആഴമുള്ളൊരു പ്രതിജ്ഞ എടുക്കാൻ കഴിയട്ടെ. ഒരു ചെറിയ പാപം കൊണ്ട് പോലും ഞാൻ എൻ്റെ ഈശോയുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുകയില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ഏറ്റവും ഫലപൂർണമായ ഒരു തപസ് കാലം ആശംസിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന പ്രാശ്ചിത്തങ്ങളും പരിഹാരങ്ങളുമൊക്കെ ചെയ്ത് ഈ തപസ് കാലത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വസന്തകാലമായി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.